നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ ഗതികേട് കൊണ്ട് അയാളുടെ അടുത്തുനിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചു. താൻ ആരാ? ഇപ്പോഴും ചായക്കടക്കാരി ശാരദാമ്മയുടെ മോളുടെ ഉടുപ്പിന്ന് പുറത്തു വന്നിട്ടില്ലല്ലേ? കോളേജ് ലെക്ചർ രാജീവ് രംഗനാഥന്റെ ഭാര്യയാണെന്ന് ഇടയ്ക്കെങ്കിലും ഒന്ന് ഓർമ്മിക്കണം. ദേവിയിൽ എന്നെ ഇങ്ങനെ അപമാനിക്കരുത്. ഈ 2 ലക്ഷം രൂപ എന്നൊക്കെ പറയുന്ന ഉണ്ടാക്കാനേ എനിക്ക് 2 മിനിറ്റ് മതി. എനിക്കില്ല വാശി. ബാലെന്തുണ്ടാണ് കളി. അയാൾ പിന്നെ വിളിക്കുന്നുണ്ട്. തന്നെയല്ലേ വിളിക്കുന്നേ? താൻ തന്നെ മറുപടി പറ. ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിന് സാറിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? ശാരീരിക്ക് താടിയും മീച്ചൊക്കെ വന്നാ വെച്ചിട്ട് പോണ മാറി. അയ്യോ, അയ്യോ, അവനായിരുന്നാ? ആണെങ്കി കണക്കായിപ്പോയി. അയ്യോ, എന്നാലും അത് കിട്ടാതിരിക്കില്ല എന്റെ കയ്യില്. അപ്പൊ നിങ്ങൾ കുറെ ചെയ്തു കൂട്ടിട്ടെ സാറിന് അതിന് ഉത്തരവാദിത്വം ഇല്ലെന്ന് ചോദിച്ചോട്ടെ എന്റെ പിന്നാലെ വരരുത്. ഞാൻ അതിന് എന്ത് അബദ്ധം ചെയ്തെന്നാ? അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോ അയാളോട് കുറച്ച് പണം കടം വാങ്ങിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? എടോ, കടം വാങ്ങിച്ച തെറ്റൊന്നും അല്ല. പണത്തിന് ആവശ്യം വരുമ്പോ സാധാരണ മനുഷ്യർ കടം ചോദിക്കുന്നത് അവർക്ക് ഏറ്റവും അടുപ്പമുള്ളവരോടാ. പകരം എന്റെ ഭാര്യ എന്നോട് ചോദിക്കാതെ ആ ബാലചന്ദ്രനോട് കടം വാങ്ങിക്കാൻ പോയിരിക്കുന്നു. അമ്മ അച്ഛനെ ലോക്കപ്പില്ലാന്നുള്ള വിവരം സാർ അറിഞ്ഞതാ. അതിനിടയില അമ്മയ്ക്ക് നെഞ്ചുവേദനയാന്ന് പറഞ്ഞ് പെട്ടെന്ന് തക്കലേക്ക് പോയത്. എന്നിട്ട് അവര് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോ, കാര്യങ്ങൾ ഏതുവരെ ആയിരുന്നോ സാറൊന്നും വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ. ശാരിക അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് ഞാൻ നല്ല തിരക്കിലായിരുന്നു. ഒറ്റ മോനാ ഞാൻ. ഒരു പെണ്ണ് കെട്ടിയോണ്ട് ഒരു പ്രയോജനമില്ല. ആ, അതേപോലെ തന്നെ എന്റെ കാര്യവും. അമ്മ അച്ഛനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കാൻ ചക്രശ്വാസം വലിക്കുമ്പോ ആരും ഉണ്ടായിരുന്നില്ല എന്റെ കൂടെ. എടോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എവിടെയാണെങ്കിലും എന്നെ ഫോൺ ചെയ്തൊന്ന് പറയണം. അതല്ലാതെ ബാലചന്ദ്രനെ പോലെ ഒരു വൃത്തികെട്ടവന്റെ അടുത്തേക്ക് ഓടയല്ല വേണ്ടത്. അമ്മാവന്റെ 18 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തല്ലേ സാർ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്. പെട്ടെന്ന് സാറിന്റെ കയ്യിൽ 2 ലക്ഷം രൂപ എടുക്കാനുണ്ടാവില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചു പോയി. തന്നോട് അങ്ങനെ വിചാരിക്കാൻ ആരാ പറഞ്ഞേ? തന്റെ കയ്യിലാണോ എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് ഇരിക്കുന്നത്? ഇനി ഇല്ലെങ്കിൽ തന്നെ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാന്നേ ഉള്ളൂ ഈ 2 ലക്ഷം രൂപ. ആ ശരി സാർ, ഇപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. അങ്ങനെ സംഘടിപ്പിക്കാവുന്ന 2 ലക്ഷം രൂപ എനിക്കിപ്പോ ഒപ്പിച്ചതാ. ഇനി ആ ഫോൺ വിളിയുടെ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഇനി എന്റെ പട്ടി തരും കാശ്. ഓ ശരി, നിക്കും. ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞെടുത്ത് പോയാ മതി. ഞാനിപ്പോ എന്തിനാ സമാധാനം പറയണ്ടേ? ആ പരമ ചെറ്റ എന്തിനാ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നേ? അതിന്റെ കാരണം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അത് പരിഹരിക്കാനുള്ള മാർഗവും പറഞ്ഞു. സാറിന് അതിന് സമ്മതമല്ല. ഭാര്യ കടക്കണ്ണിയിലാന്ന് അറിഞ്ഞിട്ടും സഹായിക്കാൻ മനസ്സില്ലാത്ത ഭർത്താക്കന്മാര് അവർക്ക് വരുന്ന ചില ഫോൺ കോളുകൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കേണ്ടി വരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.